ഹലോ, ഇന്ന് ഒഴുക്കനായിട്ടുള്ളൊരു ജോർജറ്റ് സാരി എങ്ങനെ എടുക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ. സാരിയുടെ എൻ്റെ ഭാഗം സാരി പവാടിയിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ചുറ്റിയിട്ട് മുഴുവൻ ഭാഗവും ഇങ്ങനെ ഒതുക്കിയിട്ട് തന്നെ ടക്ക് ചെയ്ത് കൊടുക്കുക. ഇനി മുന്താണിയുടെ പ്ലീറ്റ്സാണ് നമുക്ക് നോക്കാനുള്ളത്. മുന്താണി പ്ലീറ്റ്സ് ഇതുപോലെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സാരി ഒന്ന് ചുറ്റിയിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സാണ് ഞാനിവിടെ മുന്താണിക്കായിട്ട് എടുക്കുന്നത്. ഇതുപോലുള്ള ഒഴുക്കൻ സാരീസിനൊക്കെ ചെറിയ പ്ലീറ്റ്സ് എടുക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ സിംഗിൾ ലെയർ ആയിട്ട് ഇടേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ വലിയ പ്ലീറ്റ്സൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ പ്ലീറ്റ്സ് താഴോട്ട് ഇങ്ങനെ വീണ് കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഒതുങ്ങിയിരിക്കുന്നതിന് ഒന്നില്ലെങ്കിൽ ചെറിയ പ്ലീറ്റ്സ്, അതല്ലെങ്കിൽ 1 ലെയർ ആയിരിക്കും ഇങ്ങനെയുള്ള സാരികൾക്ക് ഭംഗി ഉണ്ടാവുക കേട്ടോ. പിന്നെ ഞാനിവിടെ ചെറിയ പ്ലീറ്റ്സ് എടുക്കുന്നത്. എനിക്ക് ഏകദേശം ഒരു 9 പ്ലീറ്റ്സോളം കിട്ടിയിട്ടുണ്ട്. മിനിമം ഒരു 7 പ്ലീറ്റ്സ് എങ്കിലും എടുത്താലാണ് ഇങ്ങനെയുള്ള സാരിക്ക് എനിക്ക് ഭംഗി തോന്നിയിട്ടുള്ളത് കേട്ടോ. എടുത്തിരിക്കുന്ന പ്ലീറ്റ്സൊക്കെ 1 ബൈ 1 ആയിട്ട് ഞാനിവിടെ അറേഞ്ച് ചെയ്യുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതുപോലുള്ള സാരീസ് നമ്മൾ ഉടുക്കുമ്പോൾ സാരിയുടെ എൻ്റെ ഭാഗം എന്തായാലും കെട്ടിട്ടതിന് ശേഷം മാത്രം സാരി പവടയിലോട്ട് ഫസ്റ്റ് ടക്ക് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ സാരി ഇങ്ങനെ അഴിഞ്ഞു പോന്നുകൊണ്ടിരിക്കും. ഞാനിവിടെ എടുത്തിരിക്കുന്ന മുന്താണി പ്ലീറ്റ്സ് ലെഫ്റ്റ് ഷോൾഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി ഫ്രണ്ടിലോട്ടുള്ള പ്ലീറ്റ്സൊക്കെ ഒന്ന് 1 ബൈ 1 ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ പ്ലീറ്റ്സ് എടുത്താലാണ് ഭംഗി ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സാരിയുടെ ഈ വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും ചെറിയ പ്ലീറ്റ്സ് എടുത്താൽ. പ്ലീറ്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ലെഫ്റ്റ് സൈഡിൽ ഹിപ്പിൻ്റെ ഭാഗമാണ് സെറ്റ് ചെയ്യാനുള്ളത്. ഒരു സേഫ്റ്റി പിൻ ഇതുപോലെ വലിച്ചിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബോർഡർ സാരി അതുകൊണ്ട് ബോർഡർ കറക്റ്റായിട്ട് പിടിച്ചിട്ട് വേണം സേഫ്റ്റി പിൻ സെക്യൂർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഫ്രണ്ട് പ്ലീറ്റ്സാണ് എടുക്കാൻ പോണത്. അപ്പോൾ ഫ്രണ്ട് പ്ലീറ്റ്സ് ഞാനിവിടെ ഒരു മീഡിയം സൈസ് പ്ലീറ്റ്സാണ് എടുക്കുന്നത്. സാരിക്ക് അത്യാവശ്യം നീളമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ സാരിക്ക് നല്ല നീളം ഉണ്ടെങ്കിൽ വലിയ പ്ലീറ്റ്സ് എടുത്തോളൂ. അതല്ലാന്നുണ്ടെങ്കിൽ കുറേ പ്ലീറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ മീഡിയം സൈസോ അല്ലെങ്കിൽ ചെറിയ പ്ലീറ്റ്സോ എടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, സാരി ഉടുക്കുമ്പോൾ ചില ആൾക്കാർക്ക് മുന്താണിക്ക് നീളം കൂടുതൽ വേണമെന്നായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ മുന്താണിക്ക് നീളം കൂടുതൽ എടുക്കുക. ഞാൻ ഇത്ര നീളം വെക്കാറുള്ളൂ മുന്താണിക്ക്. പക്ഷേ മാക്സിമം ഫ്രണ്ട് പ്ലീറ്റ്സ് ഞാൻ സാരീസിൽ എടുക്കാറുണ്ട് കേട്ടോ. ഇനി എടുത്തേക്കുന്ന ഈ ഫ്രണ്ട് പ്ലീറ്റ്സൊക്കെ ഞാൻ 1 ബൈ 1 ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ടക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ എല്ലാ പ്ലീറ്റ്സും കാണുന്ന രീതിയിലാണ് ഞാനിവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതിന് ശേഷമാണ് സാരി പവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. കുറേ പ്ലീറ്റ്സ് എനിക്ക് ഫ്രണ്ടിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ലെഫ്റ്റ് സൈഡായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആദ്യം ഒരു സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തല്ലോ, അതിൻ്റെ താഴ്ഭാഗത്തുള്ള ഭാഗം ലെഫ്റ്റിലോട്ട് മേളിലോട്ട് വലിച്ച് ഒന്ന് സാരി പവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓപ്പൺ ചെയ്ത ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ടിലെ പ്ലീറ്റ്സിന് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. സാരി ഡ്രേപ്പിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് സാരിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് സാരി ഉടുത്തതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പെട്ടെന്ന് തന്നെ ഭംഗിയായിട്ട് ഉടുത്ത് കഴിഞ്ഞു. ഇനി കൂടുതൽ സാരി ഡ്രേപ്പിംഗ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. അടുത്ത സാരി ഡ്രേപ്പിംഗ് വീഡിയോ ഇട്ട് വരാം. സാരി ഡ്രേപ്പിംഗ് വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്